ജഡ്ജി അത് കാലം വന്നണ്ടാ നമ്മളെ കൊണ്ടുവരാൻ. കാലനല്ല ജഡ്ജി. നിനക്കൊക്കെ നാളെ അവിടെ ഈക്കുവിന്റെ മുമ്പിൽ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ. പിന്നെ അവിടെ എഴുതി വെച്ചേക്കുന്നേ അതാ ICU ആണോ? എന്നാ അതിന്റെ താഴെ ഗെറ്റ് ഔട്ട് ഒന്നും കൂടെ എഴുതി വെക്കാൻ മേലെ. കേട്ടിട്ടില്ല ICU ഗെറ്റ് ഔട്ട് അങ്ങനെയാ പുള്ളി. സാറങ്ങനെ ഇവിടെ വന്നു. അത് ഞാൻ പറയാം. അതെ, നീ അവനെ ശ്രദ്ധിച്ചോണ്ട് നിന്നോണ്ടല്ലേടാ നിന്നെ വന്ന് ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോയ ആ കാറ് മൊബൈൽ കോർട്ടിനകത്തോട്ട് കേറി വന്നിട്ട് എന്റെ നെഞ്ചത്ത് വന്ന് ഇടിച്ചത് അല്ലേടാ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു. നീ അറിഞ്ഞില്ലേ? ഞാൻ നിന്നെ അറിയില്ല. അപ്പൊ സാറിന് ഞങ്ങളെ കാണാമോ? എനിക്ക് കാണാല്ലേ? അപ്പൊ സാറും മരിച്ചു. സാറും മരിച്ചു. ഒരു മിനിറ്റ്. ശരിയാണോ? ഞാൻ മരിച്ചോ? സത്യമായിട്ട് എല്ലാരും മരിച്ചെന്ന്. ആണോ? ഡോക്ടർ വരും. അതെ. എന്തോ ഓപ്പറാണ് കാണിക്കുന്നത്? മാറി കാണാണ്. അപ്പൊ നിന്നെ കാണാവളാ? പിന്നെ എനിക്ക് കണ്ടൂടെ? കേക്കാം. പിന്നെ എനിക്ക് കേട്ടൂടെ? നമ്മള് വെറുതെ മരിച്ചു പോയാ നമുക്ക് പക്ഷെ ഒന്നും പറ്റിയില്ല. ഞങ്ങള് ടെൻഷനായിരുന്നു. അങ്ങനെ ടെൻഷനൊന്നും വേണ്ട ഒരു കാര്യത്തിലും. ഞങ്ങള് മരിച്ചിട്ടില്ലല്ലേ? ഇല്ലല്ലേ? അയ്യോ ഭയങ്കര സന്തോഷമായി പോയിട്ട്. ഏതായാലും മരിച്ചെന്ന് പറഞ്ഞിരിക്കുമല്ലോ. അയ്യോ കാര്യങ്ങളൊക്കെ അറിയാം. പറ്റിച്ചല്ലേ രഞ്ജുവേട്ടനല്ല മനുവേട്ടൻ. അതെ, ഞാനൊരു ഹാപ്പിനെസ് പറയാൻ വിളിച്ചതാന്ന്. ആ ഡോക്ടറെ കൊണ്ടുള്ള ശല്യം തീർന്നു. അതേന്ന്. ഓ എന്റെ ദൈവമേ, എന്റെ പുറകെ നടന്ന് അയാൾ ഭയങ്കര ശല്യമായിരുന്നു. പിന്നെ കാര്യം പറയാനാണെങ്കിൽ കുറേയൊക്കെ ഞാൻ അയാളിൽ നിന്ന് കാശ്, ഒരു കാറ്, ഒരു ഫ്ലാറ്റും ഒക്കെ മേടിച്ച് കുറച്ച് ദിവസം അടിച്ചു പൊളിച്ച് ജീവിച്ചു. ഇനി നമുക്ക് അതെല്ലാം വെച്ച് നമുക്ക് രണ്ടുപേർക്കും സുഖമായിട്ട് സന്തോഷമായിട്ട് സ്നേഹിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കാം. എന്താന്നാ ഞാൻ പറയാം, ആരോടും പറയരുത് കേട്ടാ. ഈ ഡോക്ടറുണ്ടല്ലോ ഫോൺ വിളിച്ച് ടെറസിന്റെ മേളിൽ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പതിയെ പോയി ബാക്കിൽ നിന്ന് ഒറ്റ തള്ളൽ കൊടുത്തു. സ്പോട്ടിൽ തീർന്നെന്ന്. അല്ല പിന്നെ എങ്ങനെ കൊല്ലും? ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പെണ്ണൊരുപ്പെട്ടാൽ ഉണ്ടാകുന്ന അപകടം ദൈവം തമ്പുരാൻ